Good morning, students. Today we are going to discuss about the topic of ordinal utility approach or indifference curve analysis. The modern economist believes that utility is a subjective. It's a psychological concept, hence it is not possible to measure utility quantitatively because it is a subjective concept. Then the modern economist developed an alternative approach. The modern economists developed an alternative approach to analyze the consumer behavior. To analyze the consumer behavior, the alternative approach is ordinal utility approach. In the opinion of modern economists, the utility is not objective, it is subjective. And it is a psychological movement. So, the modern economists developing an alternative approach to analyze the consumer's behavior, that is ordinal utility approach. According to this approach, the utility cannot be measured in cardinal numbers like 1, 2, 3, 4, 5, 6, that's cardinal numbers. The consumers can simply rank the goods or combination of goods in the order of preference. According to modern economists, they believe that the utility is not objective, it is a subjective, so it cannot be measured in cardinal numbers. The consumers can simply rank the commodities in the order of preference, that is first, second, third, that is the simply rank the products. Then for example, a consumer may not be able to say that an ice cream gives 5 utils and chocolate gives 2 utils. Utils means utility. But he or she can always say whether the chocolate gives more or less utility than ice cream. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു, അതുപോലെ തന്നെ ചോക്ലേറ്റ് കഴിച്ചു. ഇപ്പം നമ്മൾ കാർഡിനൽ അപ്രോച്ചിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഐസ്ക്രീമിൽ നിന്ന് നമുക്കൊരു 5 യൂട്ടിൽസ് കിട്ടും, ചോക്ലേറ്റിൽ നിന്ന് നമുക്കൊരു 2 യൂട്ടിൽസ് കിട്ടും, ഓർ 3 യൂട്ടിൽസ്. അതായത് നമുക്ക് അത്രയും മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ. ദെൻ അക്കോർഡിംഗ് ടു ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓരോ കൺസ്യൂമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് ഐസ്ക്രീം ആണോ ചോക്ലേറ്റ് ആണോ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് മാത്രമേ നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഓർഡിനൽ അപ്രോച്ചിൽ എക്സ്പ്ലെയിൻ ചെയ്യണത്. വെദർ ദ ചോക്ലേറ്റ് ഗീവ്സ് മോർ ഓർ ലെസ് യൂട്ടിലിറ്റി ദാൻ ദി ഐസ്ക്രീം, അങ്ങനെ മാത്രമേ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ മെഷർ ചെയ്യണത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആർ ദ ഓർഡിനൽ നമ്പേഴ്സ്. സച്ച് നമ്പേഴ്സ് ആർ ഓർഡേർഡ് ഓർ റാങ്കേഡ്. ഇറ്റ് ഗീവ്സ് സം റാങ്ക്സ് ടു ദ പ്രോഡക്ട്സ്. ഓക്കെ, റാങ്ക് മാത്രമേ നമുക്ക് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റാങ്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൽ പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഞാൻ ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ അനലൈസ് ചെയ്യുന്നൊരു എന്താണ് ഇൻഡിഫറൻസ് കർവ്. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ കർവ് വിച്ച് ഷോസ് എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് combinations of 2 or more goods which yield same level of satisfaction to the consumer. എന്താണ് പോയിന്റ് ഔട്ട് ചെയ്യുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡിഫറൻസ് കർവ്. which shows a number of alternative combinations of 2 or more goods which yield the same level of satisfaction to the consumersന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്മോഡിറ്റീസിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാത്തിനും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കണം? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. Each point on an indifference curve indicates that a consumer is indifferent between the two and all points give him the same utility. അതാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ? അതായത് രണ്ട് കമ്മോഡിറ്റീസിനെ നമ്മൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാണ്. ആ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വിച്ച് ഈൽ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ കർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞത് ഒന്നുകൂടി പോയിന്റ് ഔട്ട് ചെയ്യുക. എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ കർവ് വിച്ച് ഷോസ് എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ഓഫ് 2 or more goods which yield the same level of satisfaction. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഇൻഡിഫറൻസ് കർവ്. ഓർത്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്? If all combination of 2 or more goods give the same level of satisfaction, the consumer gives equal preference to all such combinations. എല്ലാത്തിനും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നതിനും ഈക്വൽ പ്രിഫറൻസ്, എല്ലാ കോമ്പിനേഷൻസിനും ഈക്വൽ പ്രിഫറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. നെക്സ്റ്റ് വൺ പറയണത് എങ്ങനെയാണ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് പറയണത്. ഇൻഡിഫറൻസ് കർവ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഷെഡ്യൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്താണെന്നാണ് പറയണത്. Indifference schedule is a schedule. It's a schedule showing different combinations of 2 or more commodities which yield the same level of satisfaction. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന്. അതൊരു കർവ് ആണെന്ന് പറഞ്ഞു. ഷെഡ്യൂൾ എന്നപ്പോൾ എന്തായിരിക്കും? ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പേഴ്സ്, അത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് കമ്മോഡിറ്റീസ് വിച്ച് yield the same level of satisfaction കാണിച്ചിരിക്കുന്ന ഷെഡ്യൂൾ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. എ കൺസ്യൂമർ ബൈസ് 2 commodities, ദാറ്റ് ഈസ് ആപ്പിൾ ആൻഡ് ഓറഞ്ച്. 2 commodities ആണ് ഇവിടെ എന്ത്? ആപ്പിളും ഓറഞ്ചും. വിച്ച് yield the same level of, അതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കോമ്പിനേഷൻ എ കൺസിസ്റ്റ് ഓഫ് 1 unit ഓഫ് ആപ്പിൾ ആൻഡ് 20 unit ഓഫ് ഓറഞ്ച്. യൂണിറ്റ് കോമ്പിനേഷൻ, ഫസ്റ്റത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 unit ഓഫ് ആപ്പിൾ ആൻഡ് 20 units ഓഫ് ഓറഞ്ച്. ദെൻ combination B consists of 2 units of apple and 15 units of orange, and so on. If a consumer asked to give his preference, it may be any of 3 cases. 1. He prefers combination A to B, or he prefers combinations B to A, or combinations A and B are equally preferable. In the third case, he is indifferent between combinations A and B. Different combinations ആണ് വന്നിരിക്കുന്നത്. In the first and second case, he has given a clear preference, but in the third case, it is different. ഫസ്റ്റ് കേസും ക്ലിയർ കേസിൽ നമുക്ക് ക്ലീൻ ആയിട്ട് പറയാം എന്താണ് പ്രിഫറൻസ് ഉള്ളത്. തേർഡ് കേസ് നമുക്ക് ഇൻഡിഫറൻ്റ് ആണത്, ബട്ട് ഇൻ ദ തേർഡ് കേസ് ഇസ് ഇൻഡിഫറൻറ്റ്. ദിസ് മീൻസ് ബോത്ത് ദ കോമ്പിനേഷൻസ് ആർ പ്രിഫറബിൾ. There may be a series of such combinations given the same level of satisfaction. This can be tabulated. Such tabulation or list is called indifference schedule. ഈ ലിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 5 കോമ്പിനേഷൻസ് കണ്ടു. ഈച്ച് വൺ ഓഫ് ദീസ് കോമ്പിനേഷൻസ് yields the same level of satisfactions to the consumers. ഈ കോമ്പിനേഷനൊക്കെ സെയിം ലെവലാണ് കൊടുക്കുന്നത്. 1 യൂണിറ്റ് ആപ്പിൾ കഴിച്ചപ്പോൾ 20 യൂണിറ്റ് ഓറഞ്ച്, അതിൽ നിന്ന് സൈസ് സെയിം ആണ്. ദെൻ 2 യൂണിറ്റ് ഓറഞ്ച് ആണെങ്കിൽ 2 യൂണിറ്റ് ആപ്പിൾ ആണെങ്കിൽ 15 യൂണിറ്റ്സ് ഓറഞ്ച്. ദെൻ 3 യൂണിറ്റ് ആപ്പിൾ ആണെങ്കിൽ 11 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച്. ഓക്കെ, the consumer can choose any of these alternative combinations. കൺസ്യൂമർക്ക് ഏത് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിൽ എല്ലാത്തിലും തരുന്നത് എന്താണ്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഈ ഡിഫറെൻറ്റ് കോമ്പിനേഷനും അവർക്ക് ഏത് വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. വിച്ച് yield സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതിൽ നിന്ന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവർക്ക് ഡിറൈവ് ചെയ്യുന്നത്. അതാണ് അതിൽ പറയണത്. നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ വരച്ചിരിക്കുന്ന ഇൻഡിഫറൻസ് ഷെഡ്യൂളിൻ്റെ കർവ് ഒന്ന് നോക്കാം. എന്താണ് അതിൻ്റെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് പറയണത്. നോക്കും, ഇപ്പം നമ്മൾ വരച്ചാണിത് 20 units, 15 units, 11 units, 8 unit, then 1 unit apple, 2 unit apple, 3 unit apple, 4 unit. ഇത് നമ്മൾ വരച്ചു. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തു അല്ലേ. 1 യൂണിറ്റ് ആപ്പിൾ 20 യൂണിറ്റ് ഓറഞ്ച്, 2 യൂണിറ്റ് ആപ്പിൾ 15 യൂണിറ്റ്സ് ഓറഞ്ച്, 3 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ 11 units of orange, 4 units of apple, 8 units of orange, 5 units of apple, 6 units of orange. Okay. In the above graph, apple is measured on x-axis. നമുക്കറിയാലോ അല്ലേ, orange is
measured in y-axis. These two different combinations are plotted on a graph. The plotted points are joined by a line. നമ്മൾ join ചെയ്തു 20 ഇതിനൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത ഈ പോയിന്റുകൾ നമ്മൾ ജോയിന്റ് ചെയ്ത് നമ്മളൊരു കർവ് വരയ്ക്കുകയാണ്. ആ കർവിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് IC, that means indifference curve. Indifference curve. This line becomes an indifference curve. The points A, B, C. The points A, B, C, D and E are called locus points. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് കിട്ടിയ പോയിന്റുകൾ ഓരോന്നും ഫോക്കസ് ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റുകൾ A, B, C, D ഇങ്ങനെയുള്ള പോയിന്റുകൾ കിട്ടി. അതായത് ഫസ്റ്റ് കോമ്പിനേഷൻ, സെക്കൻഡ് കോമ്പിനേഷൻ, തേർഡ് കോമ്പിനേഷൻസ്. These points which represents the five combinations which give the same level of satisfaction. ഈ എല്ലാത്തിലും നമുക്ക് എന്താണുള്ളത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓർക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് കമ്മോഡിറ്റീസിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ ഡിഫറെന്റ് കോമ്പിനേഷൻ നമ്മൾ ഒരു ഗ്രാഫിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ലൈൻ കിട്ടും. ആ ലൈനിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത് ഈ ഇൻഡിഫറൻസ് കർവിൽ കിടക്കുന്ന എല്ലാ കോമ്പിനേഷൻസും, ഇൻഡിഫറൻസ് കർവിൽ ടച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കോമ്പിനേഷൻസും എങ്ങനെയായിരിക്കും വിച്ച് വിൽ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ നമുക്ക് ഇതിൽ ടച്ച് ചെയ്യാതെയും വേണമെങ്കിൽ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ടച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കോമ്പിനേഷൻസും എന്താ പറയുന്നത് വിച്ച് വിൽ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ കർവിൽ വരുന്ന എല്ലാ കോമ്പിനേഷൻസും എന്തായിരിക്കും വിച്ച് വിൽ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ആ പോയിന്റ് ഒന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ അസംഷൻസ് ആണ് പറയുന്നത്. എന്തിൻ്റെ ബേസിസിലാണ് ഈ കർവ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? അതാണ് അസംഷൻസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് അസംഷൻ മീൻസ് ദ കൺസ്യൂമർ ഈസ് റാഷണൽ. നമുക്കറിയാലോ അല്ലേ, കൺസ്യൂമർ ഈസ് റാഷണൽ. The consumer purchases a group or combination of two goods. പിന്നത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഒന്നോ ഇതായിട്ടല്ല അവർ പർച്ചേസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് അവർ പർച്ചേസ് ചെയ്യണമെന്നുള്ളൊരു അസംഷൻ. ദെൻ കൺസ്യൂമർ ഹാസ് ഫുൾ നോളജ് അബൌട്ട് ദി മാർക്കറ്റ് കണ്ടീഷൻസ്. മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ആ ഫുൾ കണ്ടീഷൻസിനെ കുറിച്ച് കൺസ്യൂമേഴ്സിന് ഫുൾ നോളജ് ഉണ്ട്. ദെൻ യൂട്ടിലിറ്റി കനോട്ട് ബി മെഷർഡ് കാർഡിനലി ബട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർഡിനലി. നമുക്കറിയാലേ കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് ക്യാൻ ബി measured ordinally. Okay, then marginal utility of money does not remain constant. ഇവിടെ remain constant അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞത് remain constant ആണ്. The consumer is consistent in his choice. അവരുടെ ചോയ്സിൽ അവർ സ്ഥിരമായിരിക്കും. The consumer's indifferences and preferences are transitive. Okay, transitive എന്ന് പറഞ്ഞാൽ it means if a consumer prefers A to B and B to C, then A is preferable to C. Or if he treats A is equal to B and B equal to C, it must treat A is equal to C. ഇപ്പോൾ A to B and B to C എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിഫറൻസ് ചെയ്തു വിചാരിക്കും. ദെൻ A is preferable to C. അപ്പോൾ A to B, B to C അങ്ങനെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ B എന്നുള്ളതില്ല. അവിടെ എന്താ പറയണത്? A is preferable to C. സിക്ക് പ്രിഫറബിൾ ആണെന്നുള്ള ഒരു അസംഷനിലാണ് അവിടെ എടുക്കുന്നത്. അതാണ് പറയുന്നത് കൺസ്യൂമേഴ്സ് ഇൻഡിഫറൻസ് ആൻഡ് പ്രിഫറൻസസ് ആർ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത്രയാണ് അസംഷൻസ് പറയണത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ അസംഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. ദ ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് ഫ്രം സ്ലോപ്സ് ഫ്രം ഡൗൺവേർഡ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് അത് സ്ലോപ്പ് ചെയ്യണത്. ദെൻ ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഡയഗ്രാംസ് ഒന്ന് നോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് കോൺവെക്സ് ആയിട്ടാണ് വരുന്നത്, പോയിന്റ് ഓഫ് ഒറിജിൻ. ദെൻ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. നെഗറ്റീവ് സ്ലോപ്പാണുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ
ടു ഇൻഡിഫറൻസ് കർവ്സ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടു ഇൻഡിഫറൻസ് കർവ്സ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ ഇന്റർസെക്ട് ചെയ്യില്ല. Then next is very very important. Higher IC represents higher level of satisfaction than lower IC. ഇപ്പോൾ നമുക്ക് ഒരു ഷെഡ്യൂളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പല ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാം. ഒരു ഇൻഡിഫറൻസ് കർവ് മാത്രമല്ല, നമുക്ക് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവുകൾ വരയ്ക്കാം. അതിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഇൻഡിഫറൻസ് കർവ്, അതായത് ഏറ്റവും അപ്പുറത്ത് കിടക്കുന്ന ഇൻഡിഫറൻസ് കർവ് ആണ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഹയർ IC, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ഇൻഡിഫറൻസ് കർവിൽ. അപ്പോൾ അതിൽ കിടക്കുന്ന പോയിന്റ് വേണം നമ്മൾ, കോമ്പിനേഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ദെൻ ലോവർ ICയിൽ ടച്ച് ചെയ്യുന്നതിനേക്കാളും ഹയർ ഇൻഡിഫറൻസ് കർവിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റിനാണ് എന്ത് വരുന്നത്, കൂടുതൽ കോമ്പിനേഷനാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യുന്നത്. Then indifference curves, ICs എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ്സ് എന്നാണ് കേട്ടോ. നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ, പാരലൽ ആയിരിക്കില്ല. ദെൻ സ്ട്രെയിറ്റ് ലൈൻ IC ഇൻഡിക്കേറ്റ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് ഇൻഡിഫറൻസ് കർവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടു ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇൻഡിഫറൻസ് കർവ് എന്നുണ്ടെങ്കിൽ രണ്ട് ഗുഡ്സ് എന്തായിരിക്കും, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻഡിഫറൻസ് കർവ്സ് വിൽ ബി റെക്ടാങ്കുലർ. റെക്ടാങ്കുലർ ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ടു ഗുഡ്സ് ആർ നോൺ സബ്സ്റ്റിറ്റ്യൂട്ട്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സും, റെക്ടാങ്കുലർ ആയിട്ടാണ് ഇൻഡിഫറൻസ് കർവ് നമുക്ക് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോൺ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ദെൻ എ കൺസ്യൂമർ ഹാസ് ജനറലി നോട്ട് വൺ IC. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു ഷെഡ്യൂളിൽ തന്നെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവുകൾ വരയ്ക്കാം. എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ് മാപ്പ്. സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവുകൾ പറയുന്നതാണ് നമ്മൾ എന്ത്, ഇൻഡിഫറൻസ് മാപ്പ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. എന്താ പറയുന്നത്, ഫസ്റ്റ് വൺ, ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. Then it is convex to the point of origin. Then it has a negative slope ആണ്. Then two indifference curves cannot intersect each other. Then higher indifference curve represents higher level of satisfaction. Then IC need not be parallel to each other. Then straight line indifference curve indicate that two goods are perfect substitute. Perfect substitute ആണെങ്കിലാണ് straight line curve വരുന്നത്. Non substitute ആണെങ്കിൽ rectangular ഷേപ്പിലായിരിക്കും indifference curve ഫോം ചെയ്യുക. Then a consumer has generally not one IC but a set of indifference curves. A set of indifference curve is known as indifference map. അപ്പോൾ ഇതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ എന്താ പറയുന്നത്, നമ്മൾ ഓർഡിനൽ അപ്രോച്ച് ആണ്. ഓർഡിനൽ അപ്രോച്ചിൽ എന്താ പറയുന്നത്, സൈക്കോളജിക്കൽ കൺസെപ്റ്റിലാണ് ഈ പറയുന്നത് യൂട്ടിലിറ്റി ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഒബ്ജക്റ്റീവ്, ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് ആണ്. സോ ഇറ്റ്സ് ക്യാൻ സിംപ്ലി റാങ്ക് ദ ഗുഡ്സ് ഓർ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസിൻ്റെ ബേസിൽ നമുക്ക് റാങ്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ബേസിസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഷോസ് എ number of alternative combinations of two or more goods which yield the same level of satisfaction to the consumer. That is indifference curve. It shows the different combinations of two or more commodities which yield the same level of satisfaction. ആ ഒരു കോമ്പിനേഷൻസിൽ വരുന്ന ആ ഇൻഡിഫറൻസ് കർവിൽ വരുന്ന കോമ്പിനേഷൻസിന് എന്തായിരിക്കും, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഈസ് ഇൻഡിഫറൻസ് കർവ്. അതായത് ഇൻഡിഫറൻ്റ് ആയിരിക്കില്ലേ, പല പല കോമ്പിനേഷൻസ്, ഓരോ കൺസ്യൂമേഴ്സിനും അവർക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന ആ ഇൻഡിഫറൻസ് കർവിൽ ടച്ച് ചെയ്യുന്ന എല്ലാ കോമ്പിനേഷൻസും എന്തായിരിക്കും, വിച്ച് yield the same level of satisfaction. അപ്പോൾ അവർക്ക് ഓർഡിനൽ അപ്രോച്ചാണ്. It can simply rank the goods in the order of preference. That is ordinal utility approach. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.